എല്ലാവർക്കും നമസ്കാരം. നാളെ കോർപ്പറേഷൻ്റെ എക്സാമാണ്. അതിൽ അതർ ലോസ് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് 4 അതർ ലോസാണ് പഠിക്കാനുള്ളത്. 1 സിവിൽ പ്രൊസീജിയർ കോഡ്, 2 ഇന്ത്യൻ എവിഡൻസ് ആക്ട്, 3 കേരള ചിട്ടീസ് ആക്ട്, 4 സിവിൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ IPC ഇന്ത്യൻ പീനൽ കോഡ്. ഇങ്ങനെ 4 അതർ ലോസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തേത് സിവിൽ പ്രൊസീജിയർ കോഡാണ്. അത് സിവിൽ പ്രൊസീജിയർ കോഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് 1 സമൻസ്, അതുപോലെ തന്നെ ഈ സമൻസിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, സമൻസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ്. പിന്നെ അതിൽ ചോദിക്കുന്നതിനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിട്ട്, ഇഞ്ചക്ഷൻ, റിവ്യൂ, അതുപോലെ തന്നെ റിവിഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ആദ്യം സമൻസ് എന്താണെന്ന് നോക്കാം. സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൻസ് ഈസ് എ ഡോക്യുമെൻ്റ് ഇഷ്യൂഡ് ഫ്രം ദി കോർട്ട് ഓഫ് ജസ്റ്റിസ് കോളിംഗ് അപ്പോൺ എ പേഴ്സൺ ടു ഹൂം ഡയറക്ട്ലി അറ്റൻഡ് ബിഫോർ ദി ജഡ്ജ് ഓൺ ദി ഡേറ്റ് മെൻഷൻഡ് ദെയറിൻ. അതായത് സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡോക്യുമെൻ്റ് ആണ്. ഇഷ്യൂ ചെയ്യുന്നത് അത് എന്താ പറയുക, കോടതിയിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. ടു ഹൂം, ആരായിരുന്നാലും അറ്റൻഡ് ബിഫോർ ദി ജഡ്ജ്, ജഡ്ജിയുടെ മുമ്പാകെ ഹാജരാവുക. അതിൽ പറയുന്ന ഡേറ്റിൽ സമയത്ത് ഹാജരാകാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നോട്ടീസിനെയാണ് നമ്മൾ സമൻസ് എന്ന് വിളിക്കുന്നത്. ഇനി സമൻസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സാണ്. പ്രൊസീജിയർ ഫോർ ദി ഇഷ്യൂ ഓഫ് സമൻസ്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത്, അതിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈഫ് ഡിഫൻഡൻ്റ് റിസൈഡ്സ് വിത്തിൻ ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട് സമൻസ് ഷാൽ ബി സെർവ്ഡ് ടു ഹിം ഡയറക്ട്ലി. അതായത് പ്രതി താമസിക്കുന്നത് എവിടെയാണെങ്കിൽ കോടതിയുടെ അധികാരപരിധിക്കുള്ളിലാണെങ്കിൽ സമൻസ് അയാൾക്ക് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, നേരിട്ട് കൊണ്ടു കൊടുക്കും. അതായത് സമൻസും കൊണ്ടുവരിക എന്ന് പറയുന്നത് കേട്ടില്ലേ. രണ്ടാമത്തേത്, ഈഫ് ഡിഫൻഡൻ്റ് റിസൈഡ്സ് ഔട്ട്സൈഡ് ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട് സമൻസ് ഷാൽ ബി സെർവ്ഡ് ടു ഹിം രജിസ്റ്റേർഡ് പോസ്റ്റ്. അതായത് നമ്മൾ പ്രതി താമസിക്കുന്നത് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ, അതായത് ഓരോ കോടതിക്കും ഓരോ അധികാര പരിധിയുണ്ട്, അതിൻ്റെ പുറത്താണെങ്കിൽ സമൻസ് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കുക അയ്യൽ. മൂന്നാമത്തേത്, ഇൻ കേസ് ഓഫ് മോർ ദാൻ 1 ഡിഫൻഡൻ്റ് സമൻസ് ഷാൽ ബി സെർവ്ഡ് ഈച്ച് വൺ ഓഫ് ദം. അതായത് ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ, ഇപ്പോൾ കൂട്ടുപ്രതികളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കുറ്റം ചെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഓരോരാൾക്കും സമൻസ് അയക്കണം. അതായത് ഒരാൾക്ക് അയച്ചിട്ട് എല്ലാവരും കൂടി ഹാജരാവണമെന്ന് പറഞ്ഞാൽ പോരാ. നാലാമത്തെ കേസ്, ഈഫ് സ്യൂട്ട് പെർട്ടൈനിങ് ടു എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സമൻസ് ഷാൽ ബി സെർവ്ഡ് ടു ദി ഓണർ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി എന്ന് പറയും. അതായത് തർക്കം എന്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്, പെട്ടെന്ന് നീക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥലവുമായി ബന്ധപ്പെട്ട്, ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ സമൻസ് സാധാരണയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഓണർക്കായിരിക്കും സമൻസ് അയക്കുക. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഡിഫൻഡൻ്റ് ഈസ് ഇൻ ജയിൽ, അടുത്തത് ഡിഫൻഡൻ്റ് ജയിലിലാണെങ്കിൽ സമൻസ് ഷാൽ ബി സെർവ്ഡ് ടു ദി ജയിൽ അതോറിറ്റീസ്, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടിനായിരിക്കും സമൻസ് അയക്കൊടുക്കുക, അയാൾ കോടതിയിൽ ഹാജരാക്കണം. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ഡിഫൻഡൻ്റ് ഈസ് നോട്ട് ഫൗണ്ട്, നമുക്ക് ഡിഫൻഡൻറ്റിനെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോൾ സമൻസും കൊണ്ട് വരുന്ന സമയത്ത് ഈ കൊണ്ടുവരുന്ന ആൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അതായത് സമൻസ് ഷാൽ ബി സെർവ്ഡ് ടു ഹിം സബ്സ്റ്റിറ്റ്യൂട്ട് സർവീസ് എന്ന് പറയും. അതായത് സമൻസ് ഈ പത്രങ്ങൾ വഴിയോ, നല്ല ഇതിൽ വൈഡ് സർക്കുലേഷനുള്ള പത്രങ്ങൾ വഴിയോ മറ്റോ സമൻസ് അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് സമൻസായിട്ട് അത് കൈപ്പറ്റിയതായിട്ട് കണക്കാക്കും. ഇനി അതായത് ഈ സമൻസ് ടു എ ഗവൺമെൻറ് സെർവൻ്റ് ആണെങ്കിൽ സമൻസ് ഷാൽ ബി സെർവ്ഡ് ടു ദി സുപ്പീരിയർ ഓഫീസർ. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസറുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് സെർവൻ്റ് ജോലിക്കാരനുമായിട്ടുള്ള തർക്കമാണെങ്കിൽ സമൻസ് അയക്കുക അയാളുടെ സുപ്പീരിയർ ഓഫീസർക്കായിരിക്കും സമൻസ് ഹാജരാക്കുക. അപ്പോൾ അയാൾ കോടതിയിൽ മറ്റേയാളെ ഹാജരാക്കണം. അതുപോലെ തന്നെ ഈഫ് ഇയാൾ, അതായത് ഈ ഡിഫൻഡൻ്റ് എന്താ പറയുക, ഈസ് ഇൻ ആർമി, എയർഫോഴ്സ്, നേവി പേഴ്സണൽ ആണെങ്കിൽ സമൻസ് ഷാൽ ബി സെർവ്ഡ് ടു ദി കമാൻഡിങ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് ഓഫീസർക്കായിരിക്കും അയക്കുക. ഇത്രയാണ് സമൻസ് നമ്മൾ കൈപ്പറ്റിയിട്ട് നമ്മൾ കോടതിയിൽ ആ സമയത്ത് ഹാജരായിട്ടില്ലെങ്കിൽ അത് വാറണ്ടാവും. അതായത് വാറണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ കോടതിക്ക് ഇതില്ലാണ്ട് നമുക്ക് അത് ഇതാവും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോടതി അവർ പിടിച്ചുകൊണ്ട് പോകാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ കോടതിയിലെ സമയത്ത് നമുക്ക് ഹാജരാവണം.
ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറൊന്ന് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് റിട്ട്, ഇഞ്ചക്ഷൻ, റിവ്യൂ, റിവിഷൻ. ഇതിൽ 4 ആ 4 ഏതെങ്കിലും ഒന്ന് ചോദിക്കുക. അതിലൊന്നാമത്തെ റിട്ടാണ്. എന്താ റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിട്ട് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് വിച്ച് ബിഗിൻസ് ആൻ ആക്ഷൻ ഇൻ ദി ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ഫോർ ദി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യ ഗവൺമെൻറ്, നമ്മളെ ഗവൺമെൻറ് നമുക്ക് കുറേ എന്താ പറയുക മൗലികാവകാശങ്ങൾ പ്രദാനം ചെയ്തിട്ടുണ്ട്. ആ മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒക്കെ പുറപ്പെടുവിക്കുന്ന ലീഗൽ ഡോക്യുമെൻ്റ്, നിയമപരമായ രേഖയെ വിളിക്കുന്ന പേര്, ആക്ഷൻ നടപടിക്രമങ്ങൾ വിളിക്കുന്ന പേരാണ് റിട്ട്. ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് ഒക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? ഒരാളെ മിസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരാരാ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ കോടതി, അതായത് അത് കാരണം പറഞ്ഞാൽ അയാൾക്ക് അതിനുള്ള അവകാശമുണ്ട്, അവിടെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്നത് റിട്ടാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിട്ടുകളുണ്ട്. അപ്പോൾ അതാണ് റിട്ട്. പിന്നെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓർഡർ ഓഫ് എ കോർട്ട് കമ്പലിങ് സം വൺ ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ഓർ നോട്ട് ടു ഡു സംതിങ്. അതായത് ഒരു പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, അല്ലെങ്കിൽ ചെയ്യാം, ഈ സമയം ഇപ്പം ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു എന്താ പറയുക കോടതി അത് ഇപ്പം നടത്താൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം നടത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് കൈപ്പറ്റുന്ന ഒരു ഡോക്യുമെൻറ്റിനെ കോടതി പുറപ്പെടുവിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുക. പിന്നെ റിവ്യൂ മീൻസ് ജുഡീഷ്യൽ റീ എക്സാമിനേഷൻ ഓഫ് ദി കേസ് ബൈ ദി സെയിം കോർട്ട്. അതായത് നമ്മൾ റിവ്യൂ പെറ്റീഷൻ ഫയൽ ഒരു കോടതി ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ കേസ് തന്നെ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരാതി കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് റിവ്യൂ. അതായത് ഒന്നും കൂടി ജുഡീഷ്യൽ റീ എക്സാമിനേഷൻ നടത്തണം, പുനഃപരിശോധന നടത്തണം, അതൊന്നും കൂടി അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന പരാതിനെയാണ് റിവ്യൂ എന്ന് വിളിക്കുക. റിവ്യൂ എന്ന് വിളിക്കുക. പിന്നെ അടുത്ത റിവിഷനാണ്. റിവിഷൻ എന്ന് പറഞ്ഞാൽ ദി ഹൈക്കോർട്ട് മേ കോൾ ഫോർ ദി റെക്കോർഡ്സ് ഓഫ് ദി കേസ് വിച്ച് ഹാസ് ബീൻ ഡിസൈഡഡ് ബൈ ദി സബോർഡിനേറ്റ് കോർട്ട്. അതായത് ഒരു കീഴ്ക്കോടതി എടുത്ത തീരുമാനങ്ങൾ എന്താണെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്ന കോടതി, ഉന്നത കോടതികൾ പുറപ്പെടുവിക്കുന്ന ഇതിനെയാണ് റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ അതായത് ഒരു കോടതി ഇപ്പം ഹൈക്കോടതി അല്ലെങ്കിൽ കീഴ്ക്കോടതി ഒരു താഴ്ന്ന ഒരു കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പീലൊക്കെ പോയി കഴിഞ്ഞാൽ മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ മേൽക്കോടതി എന്ത് ചെയ്യുന്ന കീഴ്ക്കോടതി എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടോ അതിനെ ഒരു എന്താ പറയുക റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അവരെടുത്ത തീരുമാനങ്ങൾ അവരെടുത്ത കണ്ടെത്തലുകളൊക്കെ ആവശ്യപ്പെടുന്നതിനെയാണ് അങ്ങനെ വിളിക്കുക. ഇത്രയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ സിവിൽ പ്രൊസീജിയർ കോഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ പ്രോപ്പർട്ടീസ് എക്സംപ്റ്റഡ് ഫ്രം അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൂടിയുണ്ട്. അതായത് കോടതി ചില പ്രോപ്പർട്ടീസിന് അത് അധികം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ജപ്തി ചെയ്യുന്നതിൽ നിന്ന് ചില പ്രോപ്പർട്ടീസിന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കണം. അത് അധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട, പഠിക്കുകയും ചെയ്യേണ്ട. വെയറിങ് അപ്പാരൽസ്, അതായത് നമ്മൾ ഡ്രസ്സ് ജപ്തി ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് വെയറിങ് അപ്പാരൽസ്, നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ, കുക്കിംഗ് വെസൽസ്, അതുപോലെ തന്നെ ബെഡ് ആൻഡ് ബെഡിങ്സ്, അതുപോലെ തന്നെ ടൂൾസ് ഓഫ് ആർട്ടിസൻസിൻ്റെ ഇത്, അതുപോലെ തന്നെ എന്താ പറയുക ആർട്ടിസൻസ് പറഞ്ഞാൽ കരകൗശലപ്പണി എടുക്കുന്ന അവരുടെ ടൂൾസ്, അതുപോലെ തന്നെ കന്നുകാലികളെ, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ബാക്കി ഇതിൽ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സമൻസ്, അതുപോലെ തന്നെ പ്രൊസീജിയർ ഫോർ ദി ഇഷ്യൂ ഓഫ് സമൻസ്, റിട്ട്, ഇഞ്ചക്ഷൻ, റിവ്യൂ, റിവിഷൻ. രണ്ടാമത്തെ അതർ ലോസിൽ വരുന്നതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ് എവിഡൻസ് എന്ന് നോക്കണം. ഇപ്പോൾ എന്താ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിഡൻസ് ഈസ് എ സിസ്റ്റം ഓഫ് റൂൾസ് ഫോർ അസർട്ടൈനിങ് ട്രൂത്ത് ഓഫ് ഡിസ്പ്യൂട്ടഡ് ക്വസ്റ്റ്യൻസ് ഓൺ എ ജുഡീഷ്യൽ എൻക്വയറി. അതായത് എവിഡൻസ് എന്ന് പറയുന്നത് സത്യം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു വഴിയാണ്. ഡിസ്പ്യൂട്ടഡ് ക്വസ്റ്റ്യൻസ്, അതായത് തർക്കപരമായ വസ്തുതകൾ ഉണ്ടാകുമ്പോൾ, അതായത് തർക്കം ഉണ്ടാകുന്ന സമയത്ത് സത്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമത്തിൻ്റേതായ ഒരു വഴിയെ വിളിക്കുന്ന പേരാണ്, നിയമത്തിൻ്റേതായ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് എവിഡൻസ്. ഇപ്പോൾ 2 തരത്തിലാണ് എവിഡൻസ് ഉള്ളത്. എവിഡൻസ് ഒന്നുകിൽ ഓറൽ എവിഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിരിക്കും. അതായത് എവിഡൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ 2, ഓറൽ എവിഡൻസ് ആൻഡ് ഡോക്യുമെൻ്ററി എവിഡൻസ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് ഓറൽ എവിഡൻസ്. എന്താണ് ഈ ഓറൽ എവിഡൻസ്?
ഓറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കാലെയുള്ള തെളിവുകൾ. ഓറൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എവിഡൻസ് ഓഫ് ഫാക്ട് ബ്രോട്ട് ടു ദി നോളജ് ഓഫ് ദി കോർട്ട് ബൈ വെർബൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ വിറ്റ്നസ്. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷി. അതായത് സാക്ഷികൾ നേരിട്ട് കോടതിയിൽ വാക്കാല കൊണ്ടുവരുന്ന തെളിവുകളെ നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി, കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരുന്ന തെളിവുകളെ ഓറൽ എവിഡൻസ് എന്ന് വിളിക്കാം. ഈ ഓറൽ എവിഡൻസ് എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കണം? നേരിട്ടായിരിക്കണം. ഓറൽ എവിഡൻസ് ഇൻ ഓൾ കേസസ് ഡയറക്റ്റ് എന്ന് പറയുന്നത് നേരിട്ടായിരിക്കണം. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ if it refers to a fact which could be seen, it must be the evidence of a witness. He says he saw it. അതായത് ഒരു വസ്തുതയും, അതായത് കണ്ടതാണെങ്കിൽ കോടതിയുടെ മുമ്പാകെ കണ്ടു എന്ന് നേരിട്ട് പറയുന്നതാണ് ഒന്ന്. രണ്ടാമത്തേത് നേരൊന്ന് മാറ്റുക. ഇഫ് ഇറ്റ് റെഫേഴ്സ് ടു എ ഫാക്ട് വിച്ച് കുഡ് ബി എന്താ പറയുക, ഹേർഡ്, കേട്ടതാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ദി എവിഡൻസ് ഓഫ് എ വിറ്റ്നസ്. ഹി സേസ് ഹി ഹേർഡ് ഇറ്റ്. അതായത് കണ്ടത് കണ്ടു എന്ന് പറയാം, കേട്ടത് കോടതിയുടെ മുമ്പാകെ കേട്ടു എന്ന് പറയണം. മൂന്നാമത്തേത് അതേപോലെ തന്നെ ഈ സീനിൽ എടുക്കുക, സോ ആക്കുക, ഹേർഡ് ആക്കുക. മറ്റേത് പെർസീവ്ഡ് ആണ്. അതായത് ഇഫ് ഇറ്റ് റെഫേഴ്സ് ടു എ ഫാക്ട് വിച്ച് കുഡ് ബി പെർസീവ്ഡ് തന്നെ അനുഭവിച്ചതാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ദി എവിഡൻസ് ഓഫ് എ വിറ്റ്നസ്. ഹി സേസ് ഹി പെർസീവ്ഡ് ഇറ്റ് എന്നാണ്. രണ്ടാമത്തേതാണ് നമ്മളിപ്പം ഇതുവരെ നോക്കിയത് ഓറൽ എവിഡൻസ് ആണ്. അതായത് എവിഡൻസ് രണ്ടെണ്ണം, ഓറൽ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്. അല്ല, ഓറൽ എവിഡൻസ് എന്താണെന്ന് പറഞ്ഞു. ഓറൽ എവിഡൻസ് എല്ലാ കേസിലും ഡയറക്റ്റ് ആയിരിക്കണം. അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ഡോക്യുമെൻ്ററി എവിഡൻസ് ഈസ് ആൻ എവിഡൻസ് ഇറ്റ് ഈസ് ഇൻ റിട്ടൺ ഫോം. രേഖാമൂലമുള്ള എവിഡൻസുകളെയാണ് ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് വിളിക്കുക. ഇപ്പോൾ റിട്ടൺ ഫോമിലുള്ള എവിഡൻസിനെയാണ് എന്ത് വിളിക്കുക? ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് വിളിക്കുക. ഈ ഡോക്യുമെൻ്ററി എവിഡൻസ് തന്നെ 2 എണ്ണം വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഡോക്യുമെൻ്ററി എവിഡൻസ് ഒന്നുകിൽ പ്രൈമറി എവിഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡറി എവിഡൻസ് ആയിരിക്കും. പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നേരിട്ട് നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് എന്താ പറയുക, അതിൻ്റെ യഥാർത്ഥ രേഖകൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നതാണ് പ്രൈമറി എവിഡൻസ്. അപ്പോൾ അതിൽ ഏതൊക്കെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വേർ ഡോക്യുമെൻ്റ് എക്സിക്യൂട്ടഡ് ഇൻ സെവറൽ പാർട്സ്, ഈച്ച് സെവറൽ പാർട്സ് ഈസ് കൺസിഡേർഡ് ആസ് പ്രൈമറി എവിഡൻസ് എന്ന് പറയും. അതായത് ഡോക്യുമെൻ്റ് പലതായിട്ട് തയ്യാറാക്കിയതാണെങ്കിൽ അതിൽ ഓരോ പാർട്ടും പല ഭാഗങ്ങളാക്കി തയ്യാറാക്കിയാണെങ്കിൽ അതിൽ ഓരോ ഭാഗവും പ്രൈമറി എവിഡൻസ് ആയിരിക്കും. അതുപോലെ തന്നെ വേറെ ഡോക്യുമെൻ്റ് എക്സിക്യൂട്ടഡ് കൗണ്ടർ പാർട്സ്. ഈ കൗണ്ടർ പാർട്സ് ഒക്കെ നമ്മൾ ബില്ലൊക്കെ മുറിക്കുമ്പോൾ കണ്ടിട്ടില്ല, നിങ്ങളൊരു ഭാഗം 2 ഇതായിട്ട്. അപ്പോൾ അതിലങ്ങനെ കൗണ്ടർ പാർട്സ് ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ കൗണ്ടർ പാർട്സ് പ്രൈമറി എവിഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വേറെ നമ്പർ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആർ ഓൾ മെയ്ഡ് ഇൻ യൂണിഫോം പ്രോസസ് സച്ച് ആസ് പ്രിൻറ്റിങ്, ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള രീതിയിൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതും പ്രൈമറി എവിഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതിൽ സെക്കൻഡറി എവിഡൻസ് ആണ് രണ്ടാമത്തേത്. സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കോപ്പീസ് ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ കോപ്പീസ് മെയ്ഡ് ബൈ മെക്കാനിക്കൽ പ്രോസസ്സ്, ഇങ്ങനെ 2 തരത്തിൽ തയ്യാറാക്കുന്നതാണ് ഈ സെക്കൻഡറി എവിഡൻസിൽ വരിക. ഇനി സെക്കൻഡറി എവിഡൻസ് ഏതൊക്കെ സമയത്ത്, സർക്കംസ്റ്റാൻസസ് ഇൻ വെച്ച് സെക്കൻഡറി എവിഡൻസ് ഈസ് അഡ്മിസിബിൾ. ഏതൊക്കെ സമയത്താണ്? പ്രൈമറി എവിഡൻസ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ. ചില സമയത്ത് നമുക്ക് പ്രൈമറി എവിഡൻസ് ഹാജരാക്കാൻ വേണ്ടി പറ്റില്ല, ആ സമയത്ത് നമ്മൾ സെക്കൻഡറി എവിഡൻസ് ഹാജരാക്കും. ഇപ്പോൾ സെക്കൻഡറി എവിഡൻസ് എപ്പോഴൊക്കെയാണ് ഹാജരാക്കുക എന്ന് പറയുന്ന സർക്കംസ്റ്റാൻസസ്, ഒന്ന് വേർ ദി ഒറിജിനൽ ഈസ് നോട്ട് ഈസിലി മൂവബിൾ. ഒറിജിനൽ പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സമയത്ത് നമ്മൾ സെക്കൻഡറി എവിഡൻസ് ഹാജരാക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒറിജിനൽ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ്. ഒറിജിനൽ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഇതായി പോവാം. അങ്ങനെയാണെങ്കിലും സെക്കൻഡറി എവിഡൻസ് അഡ്മിസിബിൾ ആണ്. നെക്സ്റ്റ് ഒറിജിനൽ ഈസ് ഓഫ് എ പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ഒറിജിനൽ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ സെക്കൻഡറി എവിഡൻസ് നമ്മൾ ഹാജരാക്കിയാൽ മതി. നെക്സ്റ്റ് വേർ ദി ഒറിജിനൽ ഈസ് എ ഡോക്യുമെൻ്റ് ഓഫ് വിച്ച് സർട്ടിഫൈഡ് കോപ്പി ഈസ് പെർമിറ്റഡ് ബൈ ദി ലോ ഓർ ആക്ട്. അതായത് ഒറിജിനൽ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലും സർട്ടിഫൈഡ് കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി ഹാജരാക്കിയാൽ മതി എന്ന് നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് സെക്കൻഡറി എവിഡൻസ് ഹാജരാക്കിയാൽ മതി. പ്രൈമറി എവിഡൻസ് മാത്രം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദി ഡോക്യുമെൻറ്റ്സ് ഇറ്റ് സെൽഫ് പ്രൊഡ്യൂസ്ഡ് ഫോർ ദി ഇൻസ്പെക്ഷൻ ഓഫ് ദി കോർട്ട് എന്ന് പറയണം. നമ്മളിതുവരെ 2 ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഒന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇയർ 1872 അതുപോലെ തന്നെ നമ്മൾ സിവിൽ പ്രൊസീജിയർ കോഡ് നമ്മൾ നോക്കി 1908 സിവിൽ പ്രൊസീജിയർ കോഡിന് പാസ്സാക്കിയ വർഷം. നെക്സ്റ്റ് നമുക്ക്
കേരള ചിട്ടീസ് ആക്ടിലേക്ക് പോവാം. കേരള ചിട്ടീസ് ആക്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള ചിട്ടീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വന്നത് 1975 ഇതിൽ നിങ്ങൾ കേരള ചിട്ടീസ് ആക്ട്, ചിട്ടി എന്താണ് അങ്ങനെ ഒരു ചോദ്യമൊന്നും വരില്ല. എങ്കിലും ചിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറിയാണ്. ഇപ്പം ഇതിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്ന 2-3 ക്വസ്റ്റ്യൻസ് പറയുന്നത്, ഒന്ന് ആരാണ് ഫോർമാൻ, ആരാണ് സബ്സ്ക്രൈബർ, ഇത് പഠിച്ചു വെക്കണം. അതിൽ ഈ ഫോർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടി നടത്തുന്ന ആളെയാണ് ഫോർമാൻ എന്ന് പറയുക. അതായത് കുറി ആരാണോ നടത്തുന്നത് അയാൾ നമ്മൾ ഫോർമാൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഫോർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോർമാൻ ഈസ് എ പേഴ്സൺ ഹൂ അണ്ടർ ദി വരിയോല റെസ്പോൺസിബിൾ ഫോർ ദി കണ്ടക്ട് ഓഫ് ചിട്ടി. ചിട്ടി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അയാളെയാണ് ഫോർമാൻ എന്ന് വിളിക്കപ്പെടുന്നത്. നെക്സ്റ്റ് സബ്സ്ക്രൈബർ. സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ മീൻസ് എ പേഴ്സൺ ഹൂ ഹോൾഡ് ദി ഫ്രാക്ഷൻ ഓഫ് എ ടിക്കറ്റ്. അതായത് ഈ ചിട്ടിയിൽ ആരാണോ ടിക്കറ്റ് എടുക്കുന്നത്, ടിക്കറ്റ് മീൻസ് നറുക്കെടുക്കുന്നത്, ആരാണോ ഒരു കുറിക്ക് കൂടുന്നത് അയാളെ നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റും, സബ്സ്ക്രൈബർ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ഈ സബ്സ്ക്രൈബറും ഫോർമാനും തമ്മിൽ എന്തുണ്ടാക്കും, ഒരു കരാറുണ്ടാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിട്ടി നടത്തുക. അപ്പോൾ ആ കരാർ വ്യവസ്ഥകൾ അടങ്ങിയ പ്രമാണത്തെ വിളിക്കുന്ന പേരാണ് വരിയോല എന്ന് വിളിക്കും. അതായത് വരിയോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിയോല മീൻസ് എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി ആർട്ടിക്കിൾസ് ഓഫ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഫോർമാൻ ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ഓഫ് ചിട്ടി. അതായത് ചിട്ടിക്ക് കൂടുന്ന ഫോർമാനും സബ്സ്ക്രൈബറും തമ്മിൽ ഉണ്ടാക്കുന്ന കരാർ വ്യവസ്ഥകൾ അടങ്ങിയ പ്രമാണത്തെ നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ഈ വരിയോല എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കണ്ടൻസ് ഓഫ് വരിയോല. അതിൽ കണ്ടൻസ് ഓഫ് വരിയോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിയോലയിൽ എന്തൊക്കെ ഉണ്ടാവും അത് പഠിച്ചു നോക്കണം. വരിയോലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമാനും സബ്സ്ക്രൈബറും തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് അതൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് സബ്സ്ക്രൈബർ, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടിക്കറ്റ് ഹെൽഡ് ബൈ ദി സബ്സ്ക്രൈബർ, എത്ര ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പേരും അഡ്രസ്സും സബ്സ്ക്രൈബറുടെ, നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്, എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആണ്, എത്ര കുറി എത്ര നടക്കാന്ന് ഉണ്ടാവുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബിഗിനിങ് ഓഫ് ചിട്ടി, ചിട്ടി ആരംഭിക്കുന്ന തീയതി, ഡേറ്റ് ഓഫ് ടെർമിനേഷൻ ഓഫ് ചിട്ടി, അതായത് എപ്പോഴാണ് ചിട്ടി അവസാനിക്കുക, അതുപോലെ തന്നെ അപ്രൂവ്ഡ് ബാങ്ക് മീൻസ് ഫോർമാൻ്റെ ബാങ്ക്, ഫോർമാൻസ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നേച്ചർ ആൻഡ് പർട്ടിക്കുലേഴ്സ് ഓഫ് സെക്യൂരിറ്റി, അപ്പോൾ കുറി വിളിക്കുന്ന ആൾ എന്ത് സെക്യൂരിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും, നെയിം ഓഫ് അതുപോലെ തന്നെ നോമിനിയുടെ പേര്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇനി അതർ ഡീറ്റെയിൽസ് റിക്വയർഡ് ഫോർ ദി കണ്ടക്ട് ഓഫ് ചിട്ടി എന്ന് എഴുതി അവസാനിപ്പിക്കണം. അങ്ങനെ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമോ അതൊക്കെ ഉൾപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളാണ് ഈ കേരള ചിട്ടീസ് ആക്ടിൽ പഠിക്കേണ്ട 1975 ഫോർമാൻ, സബ്സ്ക്രൈബർ, വരിയോലൻ്റെ കണ്ടൻസ്. നമുക്ക് അതർ ലോസിൽ അവസാനമായിട്ട് ഇന്ത്യൻ പീനൽ കോഡാണ്. ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 നിലവിൽ വന്നത്. നമ്മൾ മുമ്പ് പഠിച്ച സിവിൽ പ്രൊസീജിയർ കോഡ് എന്നുള്ള ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ CPC എന്നും ചോദിക്കാം, സിവിൽ പ്രൊസീജിയർ കോഡ്. അതേപോലെ ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് IPC ഇന്ത്യൻ പീനൽ കോഡ് കെയിം ഇൻ ടു ഫോഴ്സ് 1860. ഇതിൽ നിങ്ങൾക്ക് 4 സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സെക്ഷൻ 403, 404, 405, 406. ഇത് മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. ഇതിൽ 403ഉം 404ഉം ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയും. എന്താ പറയുക, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ. 405ഉം 406ഉം ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ പാർട്ട് എടുക്കാം. 403 ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ. ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനലാണ്, മിസ്അപ്രോപ്രിയേറ്റ് അപഹരിക്കുക. അപ്പോൾ അപഹരിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് നോക്കാം. 403 അക്കോർഡിംഗ് ടു സെക്ഷൻ 403, whoever dishonestly misappropriate or convert to his own use any movable property shall be punished with an imprisonment of 2 years or fine or with both എന്ന് പറയും. അതായത് ആരെങ്കിലും ഏതെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടി, അതായത് നീക്കാൻ വേണ്ടി പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടി, മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിലേക്കായിട്ട് അപഹരിക്കുകയാണെങ്കിൽ അത് ഈ ഇതിൽ വരും. അതായത് ഈ 403 പ്രകാരം ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടിയോ വിധിക്കാവുന്നതാണ്. അപ്പോൾ
അതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ടാൾ കൂടിയിട്ട് ഒരു ബൈക്ക് വാങ്ങി, എന്നിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളെ സമ്മതം ഇല്ലാണ്ട് സ്വന്തം ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് അത് വിൽക്കുകയോ അല്ലെങ്കിൽ സ്വന്തം അപഹരിക്കുകയോ സ്വന്തം പേരിലേക്ക് മാറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി പണിഷബിൾ വിത്ത് ആൻ ഇംപ്രിസൺമെൻറ്റ് ഓഫ് 2 years ഓർ ഫൈൻ ഓർ വിത്ത് ബോത്ത്. 2 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ വിധിക്കാവുന്നതാണ്. അത് കേസിൻ്റെ സീരിയസിനനുസരിച്ചിരിക്കും. ഇതാണ് 403. ഇനി 404 ഈ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ തന്നെയാണ്. നമുക്ക് 404 നോക്കാം. എ പേഴ്സൺ ഡിസോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ് ദി പ്രോപ്പർട്ടി ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ അറ്റ് ദി ടൈം ഓഫ് ഹിസ് ഡെത്ത്, ഹി വിൽ ബി പണിഷ്ഡ് വിത്ത് ആൻ ഇംപ്രിസൺമെൻറ്റ് ഓഫ് 3 years ഓർ ഫൈൻ ഓർ വിത്ത് ബോത്ത്. അതായത് മരിക്കാനോ കിടക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അസുഖബാധിതനായ ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് അയാളുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അയാളുടെ പ്രോപ്പർട്ടി അടിച്ചു മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സെർവൻറ്റ്, ആ സെർവൻ്റ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ വിരലൊക്കെ അടയാളമൊക്കെ വെച്ചിട്ട് അയാളുടെ പ്രോപ്പർട്ടി അടിച്ചു മാറ്റി, മക്കളൊക്കെ വരുമ്പോഴേക്കും അയാളുടെ പ്രോപ്പർട്ടിയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മക്കൾ കേസ് കൊടുത്തു, അന്വേഷണമൊക്കെ നടത്തുന്ന സമയത്ത് അത് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഹി വിൽ ബി പണിഷ്ഡ് വിത്ത് ആൻ ഇംപ്രിസൺമെൻറ്റ് ഓഫ് 3 years, 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ വിധിക്കാവുന്ന കേസാണ് അത്. 404. 405 ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയും. അതായത് കരാർ ലംഘനം നടത്തുക എന്ന് പറയും. അതായത് നമുക്ക് 405 നോക്കിയാൽ, എ പേഴ്സൺ ഡിസോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ് എനി പ്രോപ്പർട്ടി ഓൺ ട്രസ്റ്റഡ് ടു ഹിം, ഹി വിൽ ബി പണിഷ്ഡ് വിത്ത് അതായത് പണിഷബിൾ അണ്ടർ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയും. അതായത് ഏതെങ്കിലും വ്യക്തികൾ സത്യസന്ധമല്ലാത്ത രീതിയിൽ തന്നെ ഏൽപ്പിച്ച പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്, അപഹരിക്കപ്പെടുകയാണെങ്കിൽ, തന്നെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച പ്രോപ്പർട്ടി അപഹരിക്കപ്പെടുകയാണെങ്കിൽ ഈ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. അയാൾ കരാർ ലംഘനം നടത്തി എന്ന് പറയും. ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ ഒരു സ്വർണ്ണം നമ്മൾ ബാങ്കിൽ പണയം വെച്ചു, അത് ശരിക്കും നമ്മൾ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. വിശ്വാസപൂർവ്വം നമ്മളവിടെ പണയം വെക്കുന്നതാണ്. ആ പ്രോപ്പർട്ടി ഏതെങ്കിലും തരത്തിൽ അവർ എന്ത് ചെയ്യുന്നു, കരാർ ലംഘനം നടത്തി അത് വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, കരാർ ലംഘനം നടത്തുകയാണ്. ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി ഒരാൾ പിടിക്കാൻ ഏൽപ്പിച്ചു, അങ്ങനെ ഏൽപ്പിച്ചിപ്പം ഏതെങ്കിലും തരത്തിൽ അവർ വല്ല പിലിഗ്രിംസിനോ എവിടെയെങ്കിലും പോയി അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും ആ പ്രോപ്പർട്ടി അയാൾ ഇതാക്കുകയാണെങ്കിൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, കരാർ ലംഘനം നടത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 405 വരും. ഇപ്പം 406 അതിൻ്റെ പിഴേനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ഹൂ എവർ 406 അക്കോർഡിംഗ് ടു 406 ഹൂ എവർ കമ്മിറ്റ്സ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഷാൾ ബി പണിഷ്ഡ് വിത്ത് ആൻ ഇംപ്രിസൺമെൻറ്റ് ഓഫ് 3 years ഓർ ഫൈൻ ഓർ വിത്ത് ബോത്ത്. ആരെങ്കിലും ഇത്തരത്തിൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടത്തി കഴിഞ്ഞാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ വിധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഫോർജറി എന്താണെന്ന് ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് ഫോർജറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 463 463 പ്രകാരം ഫോർജറി മീൻസ് മേക്ക് എനി ഫോൾസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ടു ഡാമേജ് ദി എനി പബ്ലിക് അല്ലെങ്കിൽ ഡാമേജ് ടു ദി പബ്ലിക് അല്ലെങ്കിൽ എനി അതേഴ്സ്, ഏതെങ്കിലും ഒരു ഫോൾസ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് ചമച്ചിട്ട് വ്യാജരേഖ ചമക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അങ്ങനെ ചമച്ചിട്ട് ആർക്കെങ്കിലും പബ്ലിക്കിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഏതെങ്കിലും തരത്തിൽ നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും 2 വർഷം വരെ 2 years ഓർ ഫൈൻ വിത്ത് അല്ലെങ്കിൽ ഹി വിൽ ബി പണിഷബിൾ വിത്ത് ആൻ ഇംപ്രിസൺമെൻറ്റ് ഓഫ് 2 years ഓർ ഫൈൻ ഓർ വിത്ത് ബോത്ത്. 2 വർഷം വരെയോ തടവോ അല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടിയോ വിധിക്കാവുന്നതാണ്. ഇതാണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ 4 അതർ ലോസ് ആണ് കോർപ്പറേഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ അത് കൂടാതെ എന്തും കൂടി ഉണ്ട്, മറ്റേ കോർപ്പറേഷൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ എടുത്തിട്ടില്ല, സെക്കൻഡ് ഭാഗമാണിത്. ഇതിൽ നിന്നും ഉണ്ടാവും ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. കൂടുതൽ മറ്റേ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒപ്പം ഈ അതർ ലോസും നന്നായി പഠിക്കുക. അതർ ലോസിന് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതർ ലോസിലൊന്നും വിടാണ്ട് എല്ലാ മാർക്കും നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും.